Hi friends, അപ്പോൾ എല്ലാ കുട്ടികൾക്കും ദി ഓൾറൗണ്ടർ ഗൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആർ സി പ്ലെയിൻ്റെ ഇലക്ട്രോണിക്സ്, അതായത് ബേസിക് ഇലക്ട്രോണിക്സ്, ഒരു ആദ്യമായിട്ട് ആർ സി പ്ലെയിനൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇലക്ട്രോണിക്സ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, ഒരു ട്യൂട്ടോറിയലാണ്. അപ്പം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഓൾറെഡി ആർ സി പ്ലെയിൻസ് ഒക്കെ യൂസ് ചെയ്ത് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഒക്കെ അറിയുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ ഒരു ആവശ്യമില്ല കാണുന്നതിൽ. പക്ഷേ പുതിയൊരാളാണ് നിങ്ങൾ ആർ സി പ്ലെയിൻ ഉണ്ടാക്കണമെന്നുണ്ട്, അപ്പം ഇതിൻ്റെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ സ്റ്റേ ട്യൂൺ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ് താമസിക്കേണ്ട, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആർ സി പ്ലെയിൻ അല്ലെങ്കിൽ ഡ്രോണിലൊക്കെ ഉപയോഗിക്കുന്ന BLDC മോട്ടർ, അല്ലെങ്കിൽ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് മോട്ടർ, അല്ലെങ്കിൽ ബ്രഷ്ലെസ് DC മോട്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ESC ആണിത്. അപ്പോൾ ഇത് 30 ആംസിൻ്റെ ESC ആണ്. അപ്പോൾ ESC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളർ എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺട്രോൾ സർഫേസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെർവോസ് ഉപയോഗിക്കും. അപ്പം അതാണ് സെർവോസ്. ഇത് 9G സെർവോയാണ്. പിന്നെ നമുക്ക് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ കറൻ്റ് ഉള്ളത് 11.1 ലീപ്പോ ബാറ്ററിയാണ്. 3S, അതായത് 3 സെൽ ബാറ്ററിയാണിത്. പിന്നെ നമ്മുടെ ആർ സി പ്ലെയിൻസിനെ അല്ലെങ്കിൽ ഡ്രോൺസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്മിറ്ററും റിസീവറാണ്. അപ്പോൾ ഇത് ഫ്ലൈ സ്കൈയുടെ FS-I6X എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ, അപ്പം നമുക്കിനി ഇത് കണക്ഷനൊക്കെ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. സോ ആദ്യമേ നമ്മുടെ മോട്ടർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് 1400 kVയുടെ മോട്ടറാണ്. അപ്പം ഇത് നമ്മുടെ ESC ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ESCയിൽ കണ്ടോ, ഇതേപോലെ 3 വയറാണുള്ളത്. അപ്പം ഈ 3 വയറിൽ സെൻറ്റർ വയർ, അതായത് നടുക്കത്തെ വയർ നമ്മുടെ BLDC മോട്ടറിൻ്റെ സെൻറ്റർ വയറായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 വയർ 2 സൈഡിൽ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണ് മോട്ടറിൻ്റെ ഡയറക്ഷൻ, അതായത് റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഏത് വശത്തേക്കാണ് വേണ്ടത്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, അപ്പോൾ അതിൻ്റെ ബേസിലാണ് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയ ഡയറക്ഷനിൽ കറങ്ങിയില്ലെങ്കിൽ വയർ ഇൻ്റർചേഞ്ച് ചെയ്ത് കണക്ട് ചെയ്യുക. പക്ഷേ സെൻട്രൽ വയർ സെൻട്രൽ തന്നെ കണക്ട് ചെയ്തിരിക്കണം. ഇനി ESCന്ന് ഇതേപോലെ ഒരു 3 വയർ പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ യെല്ലോ വയർ സിഗ്നൽ വയറാണ്. പിന്നെ ഈ റെഡ് ആൻഡ് ബ്രൗൺ, അതായത് റെഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, മറ്റേ നെഗറ്റീവ്. അപ്പോൾ ഇത് ESCന്ന് നമ്മുടെ റിസീവറിനെ പവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 3rd ചാനലിലാണ്, അതായത് CH3, അത് ചാനൽ 3ലാണ് കണക്ട് ചെയ്യേണ്ടത്, കാരണം അത് ത്രോട്ടിൽ സ്റ്റിക്കിൻ്റെ ചാനലാണ്. അപ്പോൾ ഇതിൽ യെല്ലോ വയർ മേളിലേക്ക് വരുന്ന പോലെ, അതായത് യെല്ലോ വയർ സിഗ്നൽ വയറാണ്. അപ്പോൾ ഈ യെല്ലോ വയർ മേളിലേക്ക് വരുന്ന പോലെ ഇതേപോലെ ചാനൽ 3ൽ റിസീവറിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ബാറ്ററി എടുത്തിട്ട് ESCനെ പവർ ചെയ്ത് കഴിഞ്ഞാൽ ESC റിസീവറിനെയും പവർ ചെയ്യും. സോ ഇത് ബാറ്ററി ഇതേപോലെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതേ മോട്ടറിന് ഒരു സൗണ്ട് വരുന്നുണ്ട്, ബസ്സിങ് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് LED കത്തുന്നുണ്ട്. അപ്പം റിസീവറിലേക്കും പവർ സപ്ലൈ ESC കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ട്രാൻസ്മിറ്റർ എടുത്തു. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റർ ഓൺ ആയിട്ടുണ്ട്. RX എന്ന് കാണിച്ചിട്ടുണ്ട്. സോ റിസീവറായിട്ട് കണക്ട് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ചാനൽ 3, അതായത് ത്രോട്ടിൽ സ്റ്റിക്ക്. അപ്പോൾ അത് മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം, അതായത് മോട്ടർ കറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് എങ്ങനെ സെർവോ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സെർവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സർഫേസസ്, അതായത് എലിറോൺസ്, എലിവേറ്റർ, റഡാർ, അപ്പോൾ ഇതിനൊക്കെ മൂവ്മെൻറ്റ് കൊടുക്കുന്ന സംഭവമാണ് സെർവോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെർവോ എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനൽ, അത് ചാനൽ 1 2 4 അപ്പം നിങ്ങൾക്ക് എത്ര സെർവോസ് ഉണ്ട് ബേസ്ഡ് ഓൺ അത് അങ്ങനെ. അപ്പോൾ ഞാനിവിടെ ഒരു സെർവോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചാനൽ 1ലാണ് ഇപ്പം സെർവോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ 3 വയറാണുള്ളത്. അപ്പോൾ യെല്ലോ വയർ സിഗ്നൽ,
പിന്നെ 2 വയർ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ സിഗ്നൽ വയർ എപ്പോഴും മുകളിലേക്കായിരിക്കണം കണക്ട് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഇതിനകത്തുള്ള പോസിറ്റീവ് നെഗറ്റീവ് വയർ അത് സെർവോയിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വയറാണ്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ അതേ നമ്മുടെ ട്രാൻസ്മിറ്റർ ഓൺ ചെയ്തപ്പോൾ പവർ സപ്ലൈ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ചാനൽ കണക്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചാനൽ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സെർവോ മൂവ്മെൻറ്റ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് കണക്ഷൻസ് ഒക്കെ. അപ്പോൾ അത് ഇത്രയും വളരെ സിമ്പിളാണ് നമ്മുടെ കണക്ഷൻസൊക്കെ. അതായത് ബാറ്ററിയിൽ നിന്ന് ESCയിലേക്ക്, ESCയിൽ നിന്ന് മോട്ടറിലേക്ക്, അതിൻ്റെ സിഗ്നൽ വയർ റിസീവറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം സെർവോസ് ഉണ്ട്. അപ്പോൾ സെർവോ എത്ര ഉണ്ട്, ഇപ്പം 1, 2, 3, അതായത് ബേസ്ഡ് ഓൺ നിങ്ങൾ ഉണ്ടാക്കുന്ന മോഡലിന് എത്ര ഈ സെർവോസ് വേണം, അപ്പോൾ അതിനനുസരിച്ച് ചാനൽസിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും കൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോ, അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അവിനാഷ് സൈനിങ് ഔട്ട്. ബൈ.